അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അവസരം മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് UDF ഉള്ളത് നോക്കണം. CPI UDF-ലേക്ക് മുന്നണി കൺവീനർ അടൂർ പ്രകാശ് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പല പ്രതികരണങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. VD സതീശൻ അതേസമയം അങ്ങനെ ഒരു പെട്ടെന്നൊരു സ്വാഗതം ചെയ്തുള്ള ഒരു നിലപാടിലേക്ക് പോയിട്ടുമില്ല. പ്രതികരണങ്ങൾ നമുക്ക് കേട്ടുവരാം. CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ UDF-ലേക്ക് വരണം എന്ന് ഞാൻ അവരെ സ്വാഗതം ചെയ്തതാണ്. അപ്പോൾ UDF-ലേക്ക് വരണം എന്ന് ഞാൻ പറയുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. നിങ്ങൾക്കിതൊരു പുതിയ വാർത്തയാണെങ്കിൽ ഞങ്ങളിത് CPI-യുമായുള്ള ചർച്ചകളും മറ്റും പല രീതിയിലും പലവട്ടം നടന്നിട്ടുള്ളതാണ്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അല്ല, നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. അത് അവരാണ് തീരുമാനം എടുക്കേണ്ടത്. CPI ആണ് തീരുമാനം എടുക്കേണ്ടത്. ഈ നാണക്കേട് സഹിച്ച് LDF-ൽ തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ട അവരാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് അല്ലാതെ വരട്ടെ, അവരുടെ ഒരു തീരുമാനം പറയട്ടെ. അവരിപ്പോൾ ഒരു മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ, നമ്മളതങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് അവരുടേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അവർ തീരുമാനം പറയട്ടെ, അപ്പം ഞങ്ങളുടെ അഭിപ്രായം പറയും. അങ്ങനെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എന്താണ്, അവരുടെ നീക്കങ്ങൾ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. എനിക്കൊപ്പം TS ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. ഹരി, ഈ രാഷ്ട്രീയമാണ് അവിടെ, ഏത് രീതിയിലും നീക്കങ്ങൾ നടത്താം. മുന്നണി രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഉറ്റുനോക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അടൂർ പ്രകാശാണ് ആദ്യം തന്നെ പ്രതികരിക്കുന്നത്. എന്താണ്, മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് നീക്കങ്ങൾ? പ്രത്യേകിച്ച് നോക്കണം, UDF-ൽ ലീഗ് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ ഒരു ശോഷിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ മുന്നണി വിപുലപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്. എന്താണ് കോൺഗ്രസിന്റെ UDF-ന്റെ നീക്കങ്ങൾ? എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തെ? ഒരു സമ്മതം മൂളിയാൽ CPI UDF-ലേക്ക് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് UDF. അതായത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മുന്നണി കൂടുതൽ ശക്തിപ്പെടുത്താനേ ഏതൊരു മുന്നണിയും ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് അവർ CPI വരാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ അതാണ് UDF കൺവീനർ ചെയ്യുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. UDF കൺവീനറായി താൻ വന്നതിന് ശേഷം പലരുമായി സംസാരിച്ചു, CPIയുടെ തന്നെ പല ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPI സമ്മതിക്കുകയാണെങ്കിൽ വരാമെന്ന് പറയുന്നു. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ, CPI അവരുടെ നിലപാട് പറയട്ടെ. അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ LDF-ൽ CPIയുടെ നിലപാടിന് ഒരു വിലയുമില്ല. പിന്നെ നാണം കെട്ട് എന്തിന് ആ മുന്നണിയിൽ നിൽക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയല്ല പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. പകരം അവരുടെ നിലപാട് പറയുകയാണെങ്കിൽ UDF-ലേക്ക് എടുക്കാമെന്നുള്ള ഒരു ശ്രുതിയാണ് പ്രതിപക്ഷ നേതാവിൻ്റേത്. പിന്നെ ഈ സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ നീക്കങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ബിനോയ് വിശ്വം പറഞ്ഞു, അതായത് മുന്നണി പോകേണ്ടത് ഇങ്ങനെയല്ല, പക്ഷെ മുന്നണി വിട്ടുപോകേണ്ടത് ഇങ്ങനെയാണോ എന്ന് CPI ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ തീരുമാനം തന്നെയാണ്. പഴയതുപോലെയുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് എന്തായാലും ഒരു മുന്നണി വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എന്തായാലും നേരത്തെ അഭിലാഷും മാർഷലും ഒക്കെ വിലയിരുത്തിയതുപോലെ തന്നെ ആ ഒരു സാഹചര്യം വന്നിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുമെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും അതൊരു അനുനയിച്ച് പോകാൻ തന്നെയുള്ള സാധ്യതയായിരിക്കും. പക്ഷേ എങ്കിൽ കൂടി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് CPI നിലപാടിനെ തള്ളിക്കൊണ്ട് പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ എത്രത്തോളം അത് ചർച്ച ചെയ്യും, CPIയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ചർച്ച ചെയ്യുമെന്നുള്ളത് അറിയണം. പക്ഷേ അത് UDF അതിനെ മുതലാക്കാനാണ് നോക്കുന്നത്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ പ്രതികരണമാണ് നമ്മളിന്ന് കേട്ടത്. ഒന്ന്, അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനറാണ്, അദ്ദേഹം സ്വാഗതം ചെയ്തു. അതേസമയം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇപ്പോൾ അതിനുള്ള പരുവപ്പെട്ട ഒരു സമയമായിട്ടില്ല, ആദ്യം CPI അവരുടെ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നാണ്.